ഒരുപാട് കമന്റ്സ് അങ്ങനെ വരാറുണ്ട്. ഈ താടകരുടെ അടുത്ത് നീ ഇങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊന്നെണ്ണ വരാറുണ്ട്. സ്ത്രീകളോട് വയസ്സും പുരുഷന്മാരോട് ശമ്പളവും യൂട്യൂബേഴ്സിനോട് വരുമാനവും ചോദിക്കരുത്. ഈ രണ്ടെണ്ണത്തിന് സിനിമയിൽ എടുത്തൂടെ, ആർക്കെങ്കിലും ഒന്ന് സിനിമയിൽ എടുത്തൂടെ, രാവിലെ വന്നോളും ഓരോ സംഭവം കൊണ്ട് മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലാനെന്ന് പറഞ്ഞിട്ട്. മഴൽ മനോരമയിൽ ബമ്പർ ചിരിയിൽ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു സ്കിറ്റ് ചെയ്തു, ഇവര് സ്കിറ്റ് ചെയ്തു. ചെയ്തപ്പോ 2 വീഡിയോ വൈറലായി. അതോടെ ടിക്ടോക്ക് പട്ടാളക്കാരാന്ന് പറഞ്ഞപ്പോ ഞാൻ വീഡിയോയിൽ കാണുന്ന പട്ടാളക്കാരൻ. അതെ അതെ, നമ്മുടെ ഒരു ജോലിയുടെ ഒരു സിറ്റുവേഷനും നമ്മുടെ ഒരു ഇതുമായിട്ട് ഒരിക്കലും മാച്ച് ആവത്തില്ല. മതി ഇനിയിപ്പം എന്തായാലും ഇവരുടെ തല്ലും കൊണ്ട് ഇവരുടെ കൂടെ നിൽക്കാം എന്നുള്ളൊരു പട്ടാളക്കഥകൾ പറയുകയും ചെയ്യാം. പട്ടാളക്കാരെന്ന് നമ്മളിപ്പോ കേൾക്കുമ്പം ആൾക്കാരുടെ മൈൻഡിൽ ഇതുണ്ട്, ഭയങ്കര ക്രൂരന്മാരാണ്, അവർക്ക് ചിരിക്കാൻ അറിയത്തില്ല, മനസ്സിലായില്ലേ, ഭയങ്കര എപ്പോഴും സീരിയസ് ആണ്. നല്ല കലാകാരന്മാർ, നല്ല പാട്ട് പാടുന്നവർ, നല്ല ഡാൻസ് ചെയ്യുന്നവർ, അഭിനയിക്കുന്നവർ, എന്തോരം കഴിവുള്ള ആൾക്കാരുണ്ടെന്നറിയോ പട്ടാളത്തിനകത്ത്. അപ്പോൾ ഇവർ രണ്ടാളും എൻഗേജ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ആളില്ല. അങ്ങനെ ഞങ്ങളെ ആലോചിച്ച് പിന്നെ ഇവനെ ചെന്ന് കാല് പിടിച്ച് ഒന്ന് വന്ന് എടുത്തതാടാ, അത് പറഞ്ഞു എനിക്ക് നാളെ എക്സാം ആണ്, എനിക്ക് പറ്റത്തില്ല. പിന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അലിമ്പൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റ പ്രാവശ്യം വന്ന് എടുത്തു തരാം. അത് ഓക്കെ. തള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവനിട്ട് വെപ്രാളപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് എടുക്കണേ, എടുക്കണേ അങ്ങോട്ട്, എനിക്ക് പെട്ടെന്ന് പരീക്ഷ. ഇനി പേയ്മെന്റ് മേടിക്കണം കേട്ടോ, ഇനി പേയ്മെന്റ് മേടിക്കണം. കാരണം വെച്ചാൽ ഇവരൊക്കെ ഫേമസ് ആവുക ചെറുപ്രായത്തില് സമ്പാദിച്ച് ശീലിക്കണം. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യും? പേയ്മെന്റ് കേട്ടല്ല, നമുക്ക് തന്നോളൂ. ഞങ്ങള് ഒരു പരുവത്തിലും കൈകാലും പിടിച്ച് റീൽസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. സമാധാനമായി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇത്രയും ചെയ്തു തന്നല്ലോ, നന്ദി. കപ്പയും കാന്താരിയും എന്ന യൂട്യൂബ് ചാനലിലെ ആളുകളെ കാണാനാണ് ഞാൻ അവരുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, വീഴാതെ. ഒരു വഴക്കിന്റെ ഒച്ച വെക്കുന്നില്ലേ, അവരവിടെ കിടന്ന് വഴക്കിടുവാണ്. ചേച്ചി ചേട്ടനെയാണോ അങ്ങനെ തള്ളാൻ ഞാൻ പറഞ്ഞ ഈ മരമില്ലായിരുന്നു ഞാൻ എന്തിരി എനിക്ക് അന്ന് ഇത് നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ എന്റെ കാല് തെന്നിയിരുന്ന് ഞാൻ താഴെ വീഴൂലേ എന്നും പറഞ്ഞോണ്ട് അങ്ങ് തള്ളിയിടാമോ നിനക്ക്? ഈ മരം ഞാൻ ചോദിക്കട്ടെ, ഈ മരം ഇങ്ങ് ഒടിഞ്ഞിരുന്ന് ഞാൻ ഇങ്ങ് താഴെ പോകൂലേ? സംഭവിക്കില്ലേ? എന്റെ കാലൊടിഞ്ഞ് എന്ത് ചെയ്യുന്നു? ചേച്ചി ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. ഇന്റർവ്യൂ നിങ്ങളോട് സംസാരിക്കാൻ വന്നാണ്. ഞാൻ ആരെ കൊല്ലൂന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്നതാ. മിച്ചം കിട്ടുന്ന കൊല്ലൂല്ലേ? അന്ന് പിന്നെ ചേച്ചി എന്നിട്ട് എന്തിനാ ചേട്ടനെ പിടിച്ചാൽ താഴെ ഇട്ടെ? അത് പക്ഷെ ചേച്ചി തല്ലി താഴെ ഇട്ട് ചേച്ചി തല്ലി കൊന്നൊക്കെയാണല്ലോ കമന്റ്സ് ഒക്കെ കാണുന്നത്. ചേട്ടൻ പറയട്ടെ. അയ്യോ പറയല്ല, ഞങ്ങള് ആക്ച്വലി അത് അന്നിങ്ങനെ ഇവളുടെ ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തള്ളാനേ പറഞ്ഞോളൂ. ഇവളെന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ച് വലിക്കായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഗ്രിപ്പ് ചെയ്തിട്ട് നിന്ന്. നിങ്ങൾക്ക് പ്രായമുണ്ട്, നിങ്ങൾ നോണ പറയും. പിള്ളേരോട് ഞാൻ ചോദിക്കട്ടെ, വന്നേ മോനെ, സത്യം പറ, നിങ്ങൾ സത്യം പറ, നിങ്ങളെ സത്യം പറയത്തുള്ളൂ. ഇവര് കട്ട അടിയാണ്, ഇവിടെ അടി ഇടിയൊക്കെ എന്ന് നടക്കാറുള്ളൂ. പിന്നെ എന്നിട്ട് പിന്നെ ആരെയും സമാധാനിപ്പിക്കുന്നത്? നിങ്ങൾ നോക്കി പേടിപ്പിക്കാൻ നമ്മളാണ് അവരെ സമാധാനപ്പെടുത്തി. അവർ രണ്ടുപേരും കട്ട അടിയാണ് റൂമിൽ കയറി. ഇവരെ പണിക്ക് വിട്ട് വേണം നമുക്ക് ജീവിക്കാന്നുള്ളത് കൊണ്ട് അതാണ് സത്യം. ഇതാണ് നമ്മൾ കാണുന്ന കപ്പയും കാന്താരിയും എന്ന യൂട്യൂബ് ചാനലിലെ അംഗങ്ങൾ. അവർ രണ്ടുപേരും ആക്ടേഴ്സ് ആണ്. ഇവർ ബിഹൈൻഡ് ദ സീനിൽ നിൽക്കുന്ന ക്യാമറാമാൻ അല്ലെ? ക്യാമറയും ആരെങ്കിലും വേറെ എന്തെങ്കിലും ഡയറക്ഷൻ? അമ്മയുടെ അഭിനയം കൂടുതലാണ്, അച്ഛൻ അഭിനയിച്ചില്ല. ഞാനാണല്ലേ, എനിക്ക് ഡയറക്ടർ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്ടറെ, നിങ്ങളുടെ ആർട്ടിസ്റ്റിനെ ഒക്കെ ഒന്ന് വിളിച്ച് നമുക്ക് അകത്തോട്ടൊന്ന് പോവാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഇവിടെ തള്ളിയാണ് കിടന്ന നോക്കണോ? ചേട്ടാ സത്യം പറയുന്നുണ്ട്. ഈ കപ്പയും കാന്താരിയും നമ്മൾ കേട്ടിട്ടില്ല, ആ എരിവിന്റെ കോമ്പിനേഷൻ തന്നെയാണ് ഇത്ര നേരം നമ്മൾ കണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അവർ ഒരു വിധത്തിലാണ് ശാന്തമായ കുടുംബത്തിന് ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തിയേക്കുന്നത്. നമസ്കാരം ചേച്ചി, ചേട്ടാ, കുട്ടികളെ. ഞാൻ ഭയങ്കര ഫോർമലായിട്ട് ചേച്ചി, ചേട്ടാ, കുട്ടികളെ. ചേച്ചി നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു ഒറിജിനല്? എന്റെ പേര് ശ്രീകുമാർ. ചേച്ചി സമ്മതമൊന്നും കൊടുക്കണ്ട, ചേട്ടൻ പറ ചേട്ടാ. ഞാൻ പറഞ്ഞാലേ പറഞ്ഞു. എന്റെ പേര് ശ്രീകുമാർ. എന്റെ പേര് പ്രീത. 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 സൗപർണിക. ശ്രീഹരി.
അങ്ങനെ എല്ലാരും ആക്റ്റീവ് ആണല്ലോ. ചേച്ചി എന്നാലും ഉണ്ടല്ലോ, ആ ചേച്ചിയുടെയും ചേട്ടൻ്റെ ആ റീലില്ലേ ഞാൻ ആ പറഞ്ഞത്, ശരിക്കും നിങ്ങളൊരു കോമിക് റീൽ എടുത്തിട്ട്, അതായത് ഓൾറെഡി ചെയ്തൊരു റീൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്തതാണ്. ആ റീലില് എല്ലാവരും പറഞ്ഞു ഒരു പൊടിക്ക് മാറിയിരുന്നെങ്കിൽ ചേട്ടൻ അല്ല സത്യം. നമ്മൾ കാണുമ്പോ ഹൈറ്റ് ആണ്, നമ്മൾ കാണുമ്പോ ഹൈറ്റിലാണ്. അപ്പൊ ഞാനിവിടെ വന്ന് കണ്ടപ്പോഴാണ് അവിടെ ഒരു മതിലുള്ളത്. ഓക്കെ, ഇടിച്ച് ചേട്ടൻ താഴെ നിൽക്കും, ആ ചേച്ചിക്ക് ആ ഒരു വിശ്വാസമുണ്ട്, വലിച്ചു വിട്ടാൽ ചേട്ടൻ താഴെ നിൽക്കും. പക്ഷെ നമ്മൾ കാണുന്നവർ എന്നാന്നറിയോ, താഴേക്കൊരു ഒരു കൊക്ക കുഴി പോലെയായിരുന്നു ഫീൽ ചെയ്ത്, അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ. ഞാൻ പേടിച്ചു പോയി ശരിക്കും. എനിക്ക് പക്ഷെ ചിരി വന്നു, ഭയങ്കരമായിട്ട് ചിരി വന്നു. നിങ്ങൾ രണ്ടുപേരുടെ റീൽസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട്. തള്ളിയിടൂല, അത് മനസ്സിലായി. ഞാൻ അത് ചോദിക്കാൻ വന്ന കാര്യം ഇതാ, നിങ്ങളുടെ ഈ റീൽസ് എടുക്കുമ്പോ ഇപ്പൊ ഈ നമ്മൾ കാണുമ്പോ പെട്ടെന്ന് ചേച്ചി ചീത്ത വിളിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്യാരക്ടറാണ്, പക്ഷെ ക്യാരക്ടറാണെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ എടുക്കുന്ന റീലിന് വേണ്ടി നിങ്ങൾ ആക്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? പറയാൻ മുട്ടി നിന്നവരാണല്ലോ ചേട്ടാ. കമന്റ്സ്, അങ്ങനെയുള്ള കമന്റ്സുകളെ വരാറുള്ളൂ. ഒരുപാട് കമന്റ്സ് അങ്ങനെ വരാറുണ്ട്. ഈ താടകരുടെ അടുത്ത് നീ ഇങ്ങനെ ജീവിക്കുന്നു, മനസ്സിലായില്ലേ, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊന്നെണ്ണ വരാറുണ്ട്. അപ്പൊ എന്നെ ചേട്ടാ നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു, നിങ്ങൾക്ക് ഒരു അവാർഡ് തരണം, സമ്മതിച്ച് തന്നേ പറ്റൂ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെയുള്ള കമന്റ്സുകളാണ് ഞങ്ങൾക്ക് കൂടുതൽ വരാറുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാൻസ് അതവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ ഇച്ചിരി വഴക്കൊക്കെ കൂടി, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ കൂടി ആ രീതിയിൽ ചെയ്യുന്ന റീൽസുകൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവര് ഇങ്ങനെയുള്ള കമന്റ്സ് തരുന്നത്. ചേച്ചിക്ക് അങ്ങനെയൊക്കെ കമന്റ്സ് കേൾക്കുമ്പോ എന്താ തോന്നുന്നു? ഒന്നും തോന്നില്ല. എല്ലാരും എന്തെങ്കിലുമൊക്കെ തോന്നണേ. ഞാനൊരു ചോദ്യം ചോദിച്ചതല്ലേ, അഭിപ്രായം പറയണതല്ലേ. പിന്നെ എല്ലാരും പറയും ഞാൻ ഭയങ്കരമാണ് ഒരു താടകയാണ്. അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ ഇച്ചിരി കുറ്റായിട്ട് അല്ല കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി എനിക്ക് ഇച്ചിരി സ്റ്റാറ്റസ് കൂടുതലാണ്. പക്ഷേ ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം എന്താണെന്നറിയോ, നമ്മളാണെങ്കിലും ഇങ്ങനെ കമന്റ്സ് വായിക്കാറുണ്ട്. അതായത് നമ്മൾ സ്ത്രീകൾ ഒച്ചയെടുത്ത് സംസാരിച്ചാൽ പുരുഷൻ എന്തോ നഷ്ടപ്പെടും എന്നുള്ളൊരു ഫീൽ ഉണ്ട് ഇവർക്ക്. പേടിയാണ്, രക്ഷപ്പെടാ, അവള് ഭയങ്കര ക്രൂരയാണ്, അങ്ങനെയൊക്കെ ഫീൽ തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ചേട്ടാ, സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പ്ലാൻഡ് ആണ്. പിന്നെ ഞാൻ പറയില്ലേ, നമ്മളിപ്പോ ഒരു റീൽസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാറുണ്ട് അതിനെക്കുറിച്ച്. അപ്പം നമ്മളിത് എങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾ നാലുപേർ ഇരുന്നൊന്ന് സംസാരിക്കാറുണ്ട്. അപ്പോഴെന്നാലും നമ്മൾ സംസാരിച്ചാലും ആ ഒരു മൊമെന്റിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ കാണിക്കുന്നത്. എത്ര നമ്മൾ സ്ക്രിപ്റ്റഡ് ചെയ്താലും ആ സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ല നമുക്ക് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും നമുക്ക് പറ്റൂലല്ലോ അങ്ങനെ. അത് നേരാ. ഇപ്പം നിങ്ങളുടെ ക്യാമറ പിടിച്ചു തരുന്നത് ഇവരാണ്. ക്യാമറ പിന്നെ ആ ഒരു വൈറൽ ആ ഒരു വീഡിയോയുടെ ഒരു കാര്യം ഞാൻ പറയാം. അപ്പം ഞങ്ങൾ അത് എടുക്കുന്ന സമയത്ത് ആക്ച്വലി അന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ഡെയിലി ഓരോ കണ്ടന്റ് ഇടുവോ? അങ്ങനെയല്ല, ഞങ്ങളിപ്പോഴ് ആ ഒരു ചിലപ്പോൾ ഇപ്പം നമുക്ക് 2-3 ദിവസം എന്തെങ്കിലും ഒരു എൻഗേജ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ബന്ധുക്കളുടെ വീട്ടിലോ അങ്ങനെ പോകുന്ന ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ഇന്ന് ഒരു ദിവസം നിന്നിട്ട് ഒരു 3-4 റീൽസ് അങ്ങ് എടുക്കും, 4-5 റീൽസ് അങ്ങ് എടുക്കും. എടുത്തിട്ട് ഒരു 3-4 ദിവസത്തേക്ക് അങ്ങ് ഷെഡ്യൂൾ ചെയ്തങ്ങ് വെക്കും. അതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പണ്ടൊക്കെ ആഹാരം പാകം ചെയ്ത് ഫ്രിഡ്ജ് പിന്നെ ഈ പറഞ്ഞ അങ്ങനെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ ഡെയിലി ഒരു 2-3 റീലൊക്കെ ഞങ്ങൾ ഇടാറുണ്ട്. പിന്നെ 2-3 പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഒരേ വീഡിയോ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒന്നിച്ചിടാതെ കുറച്ച് മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ഒരു 3-4 എണ്ണം എന്തായിരുന്നാലും ഒരു ദിവസം ഞങ്ങൾ എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആ റീൽ എടുത്ത സമയത്ത് ആക്ച്വലി ഞങ്ങൾക്ക് അന്ന് ഇടാൻ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, റീൽസ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ഇപ്പം മോളുടെ എക്സാം നടക്കുക, അവളുടെ പരീക്ഷ നടക്കുക, അവനും പിറ്റേന്ന് സ്റ്റാർട്ട് ആവുക എക്സാം. അപ്പൊ ഇവർ രണ്ടാളും എൻഗേജ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ആളില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ ചെയ്യും, അത് എങ്ങനെ ചെയ്യും. കാരണം അതെന്ന് കുറച്ച് മൂവ്മെന്റ് ഒക്കെ ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ നമ്മൾ ഒരിടത്ത് സ്റ്റില്ലായിട്ട് നമ്മൾ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും ഒരു കിട്ടത്തില്ല, പെർഫെക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങളെ ആലോചിച്ച് പിന്നെ ഇവനെ ചെന്ന് കാല് പിടിച്ച് ഒന്ന് വന്ന് എടുത്തതാടാ, അത് പറഞ്ഞു എനിക്ക് നാളെ എക്സാം ആണ്, എനിക്ക് പറ്റത്തില്ല. പിന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അലിമ്പൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റ പ്രാവശ്യം വന്ന് എടുത്തു തരാം. അതെ ശരിയടേ വാടേ നീ വാന്നൊക്കെ പറഞ്ഞ് അവനെ തൊഴുത്ത് പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ടും ആ റീലെടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് നല്ല ഉച്ച ടൈമിലാണ് ഞങ്ങൾ എടുക്കുന്നത്, നല്ല ചൂടുണ്ട്, വെയിലുമുണ്ട്. അപ്പം എന്നിട്ടും എനിക്ക് തോന്നുന്നു ഒരു 6-7 ടേക്കെങ്കിലും എടുത്തിട്ടാണ്
തള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അവനാ പറഞ്ഞ ഇങ്ങനെ തള്ള. അപ്പൊ ഇവനിട്ട് വെപ്രാളപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. നിങ്ങൾ പെട്ടെന്ന് എടുക്കണേ എടുക്കണേ അങ്ങോട്ട്, എനിക്ക് പെട്ടെന്ന് പരീക്ഷ. അങ്ങനെ ഈ പറഞ്ഞ മാതിരി വെപ്രാളപ്പെട്ടെടുത്ത ഒരു റീലാണത്. വെപ്രാളപ്പെട്ടെടുത്ത് നമ്മൾ അത്രയും വെപ്രാളത്തിൽ അത് ഓടിയിട്ടുണ്ട്. അതാ സത്യം പറഞ്ഞാൽ നമ്മളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഇത്രയും അങ്ങോട്ട് പോകുകയാണ്. ഇതിനെക്കാളും ഞങ്ങൾ എഫേർട്ട് എടുത്ത് അത്രയും സ്ക്രിപ്റ്റഡ് ആയിട്ട് അത്രയും ചെയ്ത ഒരുപാട് റീൽസ് ഉണ്ട് പിറകിൽ. പക്ഷെ അതിനൊന്നും കിട്ടാത്തൊരു ഒരു ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ഒരു. ഞാൻ കണ്ടിരുന്നു പല പ്ലാറ്റ്ഫോമിൽ. അതെ തന്നെ അതെ. ചേട്ടനാണ് ചേച്ചി മക്കളെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ മൊബൈലൊന്നും ഇല്ല, അത് വേറെ വിധം. അപ്പൊ ഞങ്ങളോട് പഠിക്കാൻ പറയും, പരീക്ഷ പഠിക്കാൻ പറയും പേരൻസ്. ഇവിടെ നേരെ തിരിച്ചാണല്ലേ, നിങ്ങളെ റീൽ എടുപ്പിക്കാൻ വേണ്ടി നടക്കുക. ശല്യമാണ്. അപ്പൊ ഓരോ ദിവസം രാവിലെ എണീറ്റ് ഷെഡ്യൂൾ കൊടുക്കണം. ഇനി പേയ്മെന്റ് മേടിക്കണം കേട്ടോ. ഇനി പേയ്മെന്റ് മേടിക്കണം. കാരണം വെച്ചാൽ ഇവരൊക്കെ ഫേമസ് ആവുക. അറിയുന്നില്ല. ഇപ്പൊ ഞാൻ വന്നോണ്ടാ എനിക്ക് നിങ്ങളെ കിട്ടിയത്. ഇല്ല നിങ്ങൾ അറിയോ? ഞാൻ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, നെക്സ്റ്റ് മുതൽ എത്ര വീഡിയോ ഉണ്ടോ അത് 1 ടേക്കോ 2 ടേക്കോ 3 ടേക്കോ എന്ന് എഴുതി വെച്ചിട്ട് അതിന് പേയ്മെന്റ് മേടിക്കണം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. സമാധാനമായി. ഇത്രയും വന്ന് ഇത്രയും ചെയ്തു തന്നല്ലോ, നന്ദി. ഒരു നാളത്തെട്ട് പറയും ചേച്ചി പറഞ്ഞു മര്യാദക്ക് ഞങ്ങൾക്ക് പേയ്മെന്റ് എന്നെ വിളിച്ചാലും നമ്മൾ ചെയ്യുന്ന വർക്കിന് ഇപ്പൊ പോക്കറ്റ് മണി ആയിട്ട് ഇപ്പൊ ഞാൻ പറയാം എത്രയില്ല 8 ഇതിപ്പോ എത്ര വർഷമായി നീ റീൽ എടുത്തു കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഒരു 5 വർഷമായി. 3 വർഷം 5 വർഷം. 5 വർഷം. കണ്ട അവന് നല്ല ഓർമ്മ. അവരുടെ കൈകൾ രണ്ടും ഉയർത്തി തഴമ്പ് കാണാം. അതെന്നാന്നറിയോ, ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് റീൽ എടുക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അതാണ് അതിന്റെ സത്യം. നിങ്ങൾ മുന്നേ വേറെ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ അഹമ്മദാബാദ്, ഗുജറാത്തില്. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ. ഇനി മുതൽ ഈ 5 വർഷം കൊണ്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഇനി പോട്ടെ, ഇന്നലെ വരെയുള്ളത് മറക്ക്. നാളെ മുതൽ സമ്പാദിക്കണം നമ്മുടെ പോക്കറ്റ് മണി. കാരണം ചെറുപ്രായത്തിൽ സമ്പാദിച്ച് ശീലിക്കണം. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യും? എന്നോട് പറ, ഇനി മുതൽ എന്ത് ചെയ്യും? പേയ്മെന്റ് ചെറിയ വർക്കാണെങ്കിൽ അതിന് പേയ്മെന്റ് വേണം. കണ്ടോ, എന്ത് പണി ചെയ്താലും മേടിക്കണം. കേട്ടോ, അത് അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. ഇനി അതൊരു പുതിയ കണ്ടന്റ് ആക്കി നിങ്ങൾ ഇട്ടോ. ഞങ്ങള് ഒരു പരുവത്തില് കൈകാലും പിടിച്ച് റീൽസ് എടുത്തോണ്ടിരിക്കുന്നു. അല്ല, നിങ്ങള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല രസമുണ്ട്. മക്കളാണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളോട് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ ചില സ്ഥലത്തിലും നമ്മള് അവര് മിണ്ടാൻ ഇവര് ഭയങ്കര പ്രശ്നം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ചേട്ടൻ അഹമ്മദാബാദിന്റെ കഥ പറഞ്ഞു. അതാണ്. അതെ, ആക്ച്വലി ഞാൻ സർവീസിലായിരുന്നു. CRPFിലായിരുന്നു ഞാൻ. ഒരു 22 വർഷം ചെയ്തു. എന്നിട്ട് ഞാൻ VRS എടുത്ത് പോകുന്ന അത്യാവശ്യം. പക്ഷെ കണ്ടാ പറയില്ല. അല്ല, സീരിയസ്ലി രണ്ടുപേരും കാണാൻ ഞാനേ മോളെ കണ്ടപ്പോ 44. ചേട്ടാ പതുക്കെ പറഞ്ഞു. മോളെ കണ്ടപ്പോഴേ 10 പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് ഇത്ര ഒന്ന് ചിന്തിച്ചു. കാരണം നിങ്ങൾ രണ്ടുപേരും നല്ല നല്ല കോമ്പിനേഷൻ ആയിരിക്കാം ഒരു പക്ഷേ നമ്മളെ നിലനിർത്തുന്നത്. നല്ല മനസ്സിലായോ? നിങ്ങൾ ആ നല്ല വൈബ് നിൽക്കുന്നതുകൊണ്ടാണ് അതൊരു ഇത് തോന്നാത്തത്. അപ്പം ഞാൻ സർവീസിലായിരുന്നു, CRPFിലായിരുന്നു. അപ്പം ഞങ്ങള് ഒരു 5 വർഷം ഞങ്ങള് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിനകത്ത് ഞാൻ ഡെപ്യൂട്ടേഷനിലായിരുന്നു ഗുജറാത്തില്. അപ്പൊ ഞാൻ അവിടെ സെറ്റിലായിട്ട് പിന്നെ ഞാൻ ക്വാർട്ടേഴ്സ് എടുത്ത് ഇവരും കൂടെ അങ്ങ് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ 5 വർഷം അവിടെ സെറ്റിൽഡായിരുന്നു, സർക്കാർ ക്വാർട്ടറിലായിരുന്നു. അപ്പൊ ഇവരവിടെയാ പഠിച്ചത്. 5 വർഷം പഠിച്ചത് ഇവരവിടെയാ. അന്നേരമാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇങ്ങനെ വരാൻ. ആ ഒരു കോവിഡ് അതാണ് ഇതിന്റെ എല്ലാം ഒരു കാരണം. അപ്പൊ അന്നേരം ആ സമയമായപ്പോഴും എനിക്കിപ്പം ക്യാമ്പിന് പുറത്തുള്ള ഡ്യൂട്ടി കുറഞ്ഞു. കാരണം ഞങ്ങൾ പുറത്ത് പോകുന്ന ഗേറ്റ് ലോക്കാണ്, കോവിഡാണ്, ആരും പുറത്തു പോകത്തില്ല. അപ്പം ഞങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ട്. ക്യാമ്പിന് ഉള്ളിലുള്ള ഡ്യൂട്ടിയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ടൈമുണ്ട്. അപ്പം ആ സമയത്താണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ടാവുന്നത്. ബാക്കി പറ എങ്ങനെ അത് സ്റ്റാർട്ടായത്? പുള്ളിയാണ് ഇതിന്റെ എല്ലാത്തിന്റെ, ഇവരാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഞാൻ പിന്നെയാണ് ജോയിൻ ചെയ്തത്. അതെ, ഈ പുള്ളി ഇവരാണ് എന്റെ സ്റ്റാർട്ടിങ്. നമ്മളെ ഇടുക്കിയിലുള്ള ഒരാളുണ്ടായിരുന്നു, ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവര് ആദ്യം ചെയ്തായിരുന്നു. അപ്പൊ മോൾ എന്നെ നിർബന്ധിച്ച് അമ്മയ്ക്ക് പറ്റും അങ്ങനെ അമ്മ ചെയ്യണമെന്ന് പറഞ്ഞു. അവര് ചെയ്തപ്പോ അമ്മയെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാം. അവരിങ്ങനെ ഇത്ര ഏജ്ഡ് ആയിട്ടുള്ളവരായിരുന്നു. അല്ലല്ലോ, അപ്പൊ ചെയ്യിപ്പിക്കാൻ വേണ്ടി അമ്മയെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച്.
ചെയ്യണം പറഞ്ഞ് നിർബന്ധിച്ചു. എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? അത് ഡാൻസ് ലിപ്സിംഗ് ഒക്കെ ആയിരുന്നു ചെയ്യുന്നത്. മനസ്സിലായി. അപ്പൊ ചെയ്തപ്പോ 2 വീഡിയോ വൈറലായി. അപ്പൊ പിന്നെ പതുക്കെ അച്ഛനെ ബാക്കിയുള്ളവരെല്ലാം ഞാനും കൂടെ തന്നെ അമ്മേനെ സപ്പോർട്ട് ചുമ്മാ അതോടെ ടിക്ടോക്ക് നിന്ന. എല്ലാരും കൂടെ അതുകൊണ്ട് ടിക്ടോക്ക് പറഞ്ഞു മതി നിർത്തിക്കോ ഞങ്ങള് പോകുന്നത്. അതോടെ ടിക്ടോക്ക് ടിക്ടോക്ക് നിർത്തിയപ്പോ കരഞ്ഞോ? പിന്നെ കാരണം ഒരുപാട് പേർക്ക് അത് സീരിയസ് ആയിട്ടും കാരണം വെച്ചാൽ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരുപാട് ആളുകളിൽ എനിക്കൊന്ന് ഇന്ന് ഈ പറയുന്ന ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന എല്ലാവരും തന്നെ ടിക്ടോക്കിന്റെ സമയത്ത് വന്നിട്ട് അവരെ എൻഗേജ് ചെയ്യിച്ചു ഒരുപാട് ആളുകളെ. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഈ 15 ദിവസമൊക്കെ ഒരു മനുഷ്യനെ കാണാതെ ഭയങ്കര രസമായിരുന്നു. ഞാനൊക്കെ നിരന്തരം കണ്ടിട്ടുണ്ട് ആ സമയങ്ങളിൽ. പക്ഷെ അതങ്ങ് നിന്നപ്പോ ഒരുപാട് പേർക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം നല്ലൊരു എൻഗേജിങ് ആയിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ടേക്ക്? പിന്നെ ഞങ്ങള് ആക്ച്വലി അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ടിക്ടോക്ക് നിന്നു. അപ്പൊ ഞങ്ങൾ ഇനി എന്തെന്നുള്ള ഒരു വേണം നമുക്കപ്പോ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ആയി ചെയ്യാനുള്ള ഒരു. പിന്നെ ഇവര് എന്നെയും കൂടെ അച്ഛനും കൂടെ ചെയ്യ് എന്നുള്ള. അപ്പൊ ഞാൻ ശരി നോക്കാം. കാരണം നമ്മുടെ ഒരു ജോലിയുടെ ഒരു സിറ്റുവേഷനും നമ്മുടെ ഒരു ഇതുമായിട്ട് ഒരിക്കലും മാച്ച് ആവത്തില്ല. കാരണം അതിന്റെ ഒരു പ്രത്യേക ഒരു രീതിയാണ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. ചിരിച്ചോണ്ട് പറയുന്ന പട്ടാളക്കാരനാന്ന് പറഞ്ഞപ്പോ ഞാൻ പട്ടാളക്കാരൻ മറ്റേ പുരുഷൻ നമ്മള് പട്ടാളക്കാരെന്നൊക്കെ അപ്പൊ ചേച്ചിട്ട് അങ്ങനെ ആക്ച്വലി ഞാൻ ഇവര് ഇങ്ങനെ പറഞ്ഞു അച്ഛനും കൂടെ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ശരി ഞാൻ ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് അങ്ങനെ ആകുമ്പോൾ ഒരു ഫ്ലോയിൽ വന്ന സമയത്താണ് ഇത് നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ വെച്ച് എന്ത് ചെയ്യുന്ന അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഷോർട്ട് പ്ലാറ്റ്ഫോമുകൾ നമ്മളെ ഇന്ത്യയിൽ കുറേ ഷോർട്ട് പ്ലാറ്റ്ഫോമുകൾ അന്നേരം ഓപ്പൺ ആയിരുന്നു. അപ്പം അതിൽ ഞങ്ങൾ ജസ്റ്റ് ചെയ്തു തുടങ്ങി. ആ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇട്ട് തുടങ്ങി. ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ അപ്പോൾ ഇവർ തുടങ്ങിയ സമയമായതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയ സമയം ഈ പുതുതായിട്ട് വരുന്നവരൊക്കെ ഇവർ പെട്ടെന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഫസ്റ്റ് വന്നവരല്ലേ അവരെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോമുകളും പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് ഗിഫ്റ്റുകളും ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവർ അയച്ചു തരാൻ തുടങ്ങി. അങ്ങനെ അഹമ്മദാബാദ് ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് അങ്ങനെ ഐഫോണൊക്കെ തന്നായിരുന്നു നമുക്ക്. അങ്ങനെയൊക്കെ ഗിഫ്റ്റുകൾ കിട്ടി നമുക്ക് ഒരുപാട് കിട്ടി. ഈ ഐഫോണൊക്കെ അവർ അങ്ങനെ കിട്ടിയതാണ് നമുക്ക്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ഇത് കുറച്ചുകൂടെ ഒന്ന് ചെയ്താലോ എന്ന്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പിന്നെ എൻ്റെ ഒരു സർവീസ് ഞാൻ VRS എടുത്ത് പോരാന്നുള്ളൊരു ചിന്തിച്ചവണ്ണം എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആവേണ്ട സമയമായി. ഞാൻ വെച്ചാൽ മതി ഇനിയിപ്പം എന്തായാലും ഇവരുടെ തല്ലും കൊണ്ട് ഇവരുടെ കൂടെ നിൽക്കാം എന്നുള്ളൊരു പട്ടാളക്കഥകൾ പറയുകയും ചെയ്യാം രാവിലെ അതെ. അങ്ങനെ അവർ ശരി ഇപ്പൊ എന്തായിരുന്നാലും നമ്മുടെ വിധി എന്തായിരുന്നാലും എങ്ങനെ പോട്ടെ വെച്ചിട്ട് ഇവരെ കൂടെ പോരാന്ന് വിചാരിച്ചു. ഞാൻ ശരി ഇനിയിപ്പം നമുക്ക് മതിയാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ VRS എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ ഈ വീടൊക്കെ ഞങ്ങൾ അതിനു മുമ്പേ തന്നെ സെറ്റാക്കി ഇട്ടതാണ്. 2017 വീടൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റിട്ട് ആയിട്ട് ഇട്ട. അതിന് 18 ഇവിടെ നിന്ന് പോകുന്നത് ഇവരെ കൊണ്ടുപോകുന്നത്. 17 തന്നെ ഞങ്ങൾ ഈ വീടെല്ലാം സെറ്റായി. ഞങ്ങൾ ശരിയാ നമുക്ക് വീടുണ്ടല്ലോ നമുക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായി. പിന്നെയാണ് ഞങ്ങൾ ഈ ആക്ച്വലി ഇവിടെ വന്ന ശേഷമാണ് ഇത് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ. അന്നേരം പിന്നെ നമുക്കിന്നെ വിലയും കൂലിയൊന്നും ഇല്ലല്ലോ. നമുക്കിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഫൗണ്ടേഴ്സ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് പറയാം. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ശരി നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ നമുക്ക് മെയിലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അവരും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വെച്ചാൽ മോണിറ്റൈസ് ആയി. അങ്ങനെ ഈ പറഞ്ഞ മാതിരി പിന്നെ അതൊരു നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി. ഇപ്പം അത് എന്താ പറയുന്നത് നമ്മളെ ഒരു എന്താ പറയുക നമുക്കൊരു അത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തോ മാതിരിയുള്ള ആ ഒരു ഇതൊരു കണ്ടീഷൻ ആയിരുന്നു. നമുക്ക് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. അതെ അതെ ഇപ്പൊ ഒരു റൊട്ടീനായി. സ്ത്രീകളോട് വയസ്സും പുരുഷന്മാരോട് ശമ്പളവും യൂട്യൂബേഴ്സിനോട് വരുമാനവും ചോദിക്കരുത്. പുതിയ ഞാൻ ചേച്ചി ഞാൻ പറഞ്ഞില്ലതല്ലേ എനിക്ക് നിങ്ങളുടെ വരുമാനം അറിയേണ്ടതേ. ഓവറോൾ നിങ്ങൾ 1 കോടിക്കാണോ നിങ്ങൾ മേടിക്കുന്നത്? എങ്കിൽ ഞങ്ങൾ ഇതൊക്കെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഞാൻ പറയില്ല നമുക്കിപ്പോൾ ഒരു ഫേസ്ബുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം കിട്ടിയായിരുന്നു. ഇപ്പം അവർ ആ സമയത്ത് ഈ ബോണസ് പ്രോഗ്രാം ഒക്കെ കൊണ്ടുവന്നായിരുന്നു. റീൽസിന്റെ ബോണസ് പ്രോഗ്രാം ഒക്കെ വന്നായിരുന്നു ഫേസ്ബുക്കിൽ. അന്നേരം അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അവർ എനിക്കൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് ബോണസ് പ്രോഗ്രാം സ്റ്റോപ്പ് ആക്കി. അതെ. പിന്നെ എന്നാലും ഈ
ഇപ്പം അത്യാവശ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു വേണ്ട ഒരു നമുക്ക് അതിന് കിട്ടുന്നു. ഒരിക്കലും പറയാൻ പാടില്ല. അല്ലല്ല അതല്ല ഞാൻ 3 കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്ത പണ്ട് നമ്മൾ പറയും അല്ലേ. പിന്നെ യൂട്യൂബിനകത്ത് ഞങ്ങളെ ചാനൽ മോണിറ്റൈസ് ആണ്. ഇപ്പൊ ഒരു $100 ഒരു വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ചേട്ടാ തട്ടിച്ചോ പറ്റിച്ചോ അയ്യോ ഞാൻ പറയട്ടെ പറ്റിച്ചോ തട്ടിച്ചോ ഒന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ കഴിവ് വെച്ച് നിങ്ങളുടേതായ രീതി ചെയ്യും. അതോ എത്രയോ പേർക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് കമന്റ്സ് ഒക്കെ വരാറില്ലേ, അത് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇന്നലെ തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു കമന്റ് അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല ട്രിപ്പിലായിരുന്നു, നമ്മളൊരു ട്രിപ്പിലായിരുന്നു ആ സമയത്ത്, ഒരു തേക്കടി ട്രിപ്പിലായിരുന്നു. അപ്പോൾ ഒരു കമന്റ് വന്നായിരുന്നു. ഞങ്ങൾ മെനിഞ്ഞാന്ന് ഇട്ട വീഡിയോക്കാണ് ഇന്നലെ ഇട്ട വീഡിയോക്ക് ഒരു കമന്റ് വന്നു. അത് വായിച്ചിട്ട് ഞാൻ ഇവരെ കാണിച്ചു കൊടുത്തു. ഒരു ചേട്ടൻ ഇട്ടയ്ക്ക് കമന്റാണ്, ഈ 2 അവരെഴുതിക്കുന്ന ഈ 2 സിനിമയിൽ എടുത്തൂടെ, ആർക്കെങ്കിലും ഒന്ന് സിനിമയിൽ എടുത്തൂടെ, രാവിലെ വന്നോളും ഓരോ സംഭവം കൊണ്ട് മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലാനെന്ന്. അല്ല ഞാനേ അത് ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. നമ്മൾ ഈ ആളുകൾക്ക് ഇത് വെച്ചാൽ നമ്മൾ ഞാനൊക്കെ കാണാറുണ്ട്, ഞാനൊന്നും കമന്റ് ചെയ്യാറില്ല. ഒരു പക്ഷെ എന്റെയൊക്കെ ജാടകം ഉണ്ടാവാം, ചുമ്മാ പറഞ്ഞു കേട്ടോ. അങ്ങനെയല്ല, നമുക്കത് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒത്തിരി ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ആ നോട്ടീസ് ചെയ്തവർ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളുടെ അടുത്ത് കമന്റ് ചെയ്യുന്നത്, മനസ്സിലാകുന്ന അതിലേറെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ചേട്ടാ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോ ഓഫർ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഇപ്പൊ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ചേട്ടാ നിങ്ങൾക്ക് ഡയറക്ടർ ഉണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല ഇന്നൊരു അങ്ങനെയൊന്നും മൈൻഡിലോട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. സഞ്ജുവിനെ ലക്ഷ്മി അവരൊക്കെ വന്നിട്ട് അപ്പം ഞങ്ങളിപ്പോ തുടക്കക്കാരാണല്ലോ. ഇപ്പൊ നമുക്ക് അങ്ങനെ അവരുടെ ഒരു ലെവലിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല, നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ സഞ്ജു ലക്ഷ്മി അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഒരു ഈ പറഞ്ഞ മാതിരി ക്യാമറ സെറ്റപ്പും ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് അവരിപ്പോൾ കണ്ടാത്ത വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ. നമ്മളിവിടെ ഇപ്പോൾ ഒരു ഐഫോണോ ഒരു ഫോണോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അവർ ചെയ്യുന്ന ഒരു സെറ്റപ്പായിട്ട് നമ്മളിപ്പോഴും ആ ഒരു പോകുന്ന ഒരു വഴിയിലോട്ടാണ്. മുന്നോട്ട് അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, നല്ലൊരു വെൽ സെറ്റപ്പിൽ ചെയ്യണം, ഇത് മുന്നോട്ട് കൊണ്ട് പോകണം എന്നുള്ള. പിന്നെ ദൈവം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആ ഒരു ഇതിലോട്ട് എത്തും എന്നൊരു വിശ്വാസമുണ്ട്. എന്താണെങ്കിലും കുടുംബപരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ രണ്ടുപേരും? ആരാരുടെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഞങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെങ്കിലും അവിടെ തന്നെ അടിച്ചു തീർക്കും. അതെ, പിന്നെ എന്തടി ഉണ്ടായാലും ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്തടി ഉണ്ടായാലും വീഡിയോ കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പിന്നെ എല്ലാം നമ്മുടെ റിയൽ ലൈഫിലോട്ട് വരികയാണ്. പിന്നെ അവിടെ ഒരു നോ ഇഷ്യൂ, ഒരു പ്രശ്നമില്ല. എങ്ങനെയാ ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ കൂടുതലായിട്ട് പറഞ്ഞു അതായത് അറിയാണ്ട് തട്ടുക ദേഷ്യം വരും? ഞാൻ നമ്മളെ ചെയ്യുമ്പോ അത്യാവശ്യം ഞാൻ റീല് കണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു. നിങ്ങൾ ഈ വെള്ളത്തിൽ ചാടുന്ന ഒരു റീലില്ലായിരുന്നു, മനസ്സിലായോ? വെള്ളത്തിൽ ചാടുന്ന റീല് ഞാൻ കണ്ടു. അതിന്റെ ക്യാമറമാൻ പുള്ളി തന്നെ, അതിന്റെ ക്യാമറമാൻ അതും പുള്ളിയാ എടുത്തത്. അറിയില്ല, അതും ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി അതൊക്കെ റിയൽ ആയിട്ട് തന്നെ, അതെല്ലാം റിയലാ. ആ വീഴുന്നതും നനയുന്നതും അതായത് ചാടുന്നതും എല്ലാം റിയലാണ്. അവിടെ ഞങ്ങൾ അറിഞ്ഞില്ല, അടിയിൽ കല്ലൊന്നും ഉണ്ടോന്നൊന്നും അറിയത്തില്ല ആ ഒരു തോട്ടില്. ഞാൻ പിന്നെ അന്നേരം പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു എന്താ പറയാൻ ഒരു ഒറിജിനാലിറ്റി വേണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഇത് എൻ്റെ എന്നല്ല, ഞങ്ങൾ 4 പേരും എന്ത് ചെയ്താലും നമ്മൾ മാക്സിമം നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ചെയ്യണം. ഒരു ഇത് വരരുത് എന്നുള്ള രീതിയിൽ ആ ചാടുന്നതൊക്കെ ഞാൻ സത്യമായിട്ട് ഒറിജിനാലിറ്റി ചാടി തന്നെ വീഴുന്നതും ഒറിജിനാലിറ്റി ആയിട്ട് തന്നെ. പക്ഷെ അതിനടിയിൽ കല്ലൊന്നും ഇല്ലായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ ഡയറക്ഷൻ പുള്ളി അവൻ ക്യാമറ ചെയ്യുന്നോണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ആ ഒരു സ്കില്ലുണ്ട്. നല്ലതാണ്. മൂന്നാമതൊരാൾ കണ്ടിട്ടുള്ള വരെ നമ്മൾ മാത്രമല്ലല്ലോ. ലാസ്റ്റ് നമ്മളിപ്പോ കുറെ നേരം നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ 1-2 ഷോസിന് പോയിട്ടുണ്ടല്ലേ? പോയിട്ടുണ്ട്. മഴവിൽ മനോരമയില് ബമ്പർച്ചിരിയില് ഞങ്ങൾ 2 കൂടെ ഒരു സ്കിറ്റ് ചെയ്തു, ഇവര് 2 സ്കിറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങള് തുടക്കം ഫസ്റ്റ് ഫ്ലോറായിരുന്നു നമ്മുടെ. കാരണം നമ്മൾ ഈ റീൽസ് ചെയ്യുന്നതും ഒരു ഫ്ലോറിൽ ചെന്ന് നിൽക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം റീൽസ് എന്നാൽ നമുക്ക് കോംപ്രമൈസ് എന്തും ചെയ്യാനകത്ത് നമുക്ക് നിർത്തിയിട്ടെടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക്. പക്ഷെ ഒരു ഫ്ലോറിൽ ചെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ത്രൂ ഔട്ടാണ്, അവിടെ കോംപ്രമൈസ് ഇല്ല. നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യുന്ന ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ പിന്നെ ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഫസ്റ്റ് 2 ആളാണ്
ഫ്ലോറിൽ കയറിയത്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ അതിനകത്ത് പോയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു പേടിയും കാര്യങ്ങളും. ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മളെ കിളി പോയി. അത്രയും ഭയങ്കര ഒരു ഭയങ്കര ഫ്ലോറാണ് അത്. അപ്പം പേടിച്ച് വിറച്ച് ഫസ്റ്റിലൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ 10 ദിവസം അവരവിടെ നിർത്തിയായിരുന്നു ഞങ്ങൾ. 10 ദിവസം നിർത്തി എല്ലാ ഇതും ഞങ്ങളുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ അവർ മാക്സിമം നമ്മളെ കൊണ്ട് മാറ്റിച്ചെടുത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നാലും അവരെല്ലാം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അറിയാമല്ലോ, കാരണം തുടക്കക്കാരൻ്റെ ഒരു എന്തായിരുന്നാലും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്തു. ഞങ്ങൾ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റിക്കാതെ ചെയ്തു ആ ഒരു സ്കിറ്റ്. എന്ത് കിട്ടി എന്നില്ല എന്നുള്ള അതൊരു ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ തെറ്റിച്ചില്ല. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തെറ്റിച്ചു. കാരണം പേടിയുണ്ടായിരുന്നു തെറ്റുമെന്ന്, പക്ഷെ തെറ്റിയില്ല. അതാണ് ഇവർ രണ്ടും. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തു. അത് നല്ല അഭിപ്രായമായിരുന്നു ആ ഒരു സ്കിറ്റിന്. മല്ലിക ചേച്ചി ഉണ്ടായിരുന്നു, അവർക്ക് നല്ല അഭിപ്രായമായിരുന്നു. വീണ്ടും വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ ഇവരുടെ പഠിത്തവും, കാരണം നമ്മുടെ ഇവരുടെ പഠിത്തത്തിന് ഞങ്ങൾ ഒരു കോംപ്രമൈസ് ചെയ്യാറില്ല. അത് ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എന്തായിരുന്നാലും ഇവളുടെ 10ാം ക്ലാസ് ആയിരുന്നു, CBSE പഠിക്കാൻ ഒരുപാടുണ്ട്. അങ്ങനെ പറഞ്ഞ് എന്തായിരുന്നാലും നിങ്ങളുടെ പരീക്ഷ കഴിയട്ടെ, നമുക്ക് പോകാം. എന്നിട്ട് പിന്നെ ഒരെണ്ണം അങ്ങോട്ട് പോകണം. അങ്ങനെ ഇനി പിന്നെ ഇവര് ഫ്ലവേഴ്സ് നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഒരു ഷെഡ്യൂളിനുണ്ട്. അപ്പൊ അതും ഇങ്ങനെ ഒരു ഈ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എടുത്തു വെച്ചിട്ട് പിന്നെ അങ്ങ് ട്രെൻഡിങ് ആയപ്പോ എല്ലാവർക്കും ചെയ്യണമെന്നുള്ളൊരു ചോദിക്കാൻ ഞങ്ങളെ കൂടെ കൂട്ടുവോ? അത് അച്ഛനും അമ്മേനെ പറഞ്ഞപ്പോ വിഷമം തോന്നിയിരുന്നു ആദ്യകാലത്ത്? ഇല്ല, നമ്മള് ഇത് മറുപടി കൊടുക്കും. അല്ല പിന്നെ നിങ്ങള് ആൾക്കാരെ ഇറക്കിയതാണല്ലേ, അവരെ ചെലവിലല്ലല്ലോ ജീവിക്കുന്നത്. അവര് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചേച്ചി ചേട്ടൻ എങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവരൊക്കെ ഉള്ള? എനിക്ക് അങ്ങനെയല്ല, അവര് പറയുന്നെങ്കിൽ പറയട്ടെ വിചാരിച്ചു. പറയുമായിരുന്നു. ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുമ്പോ ആൾക്കാർ ചോദിച്ചു വട്ടാണ് ചേട്ടനിന്റെ. ഞാൻ പറയാം നമ്മൾ തുടക്കുന്ന സമയത്ത്, കാരണം ഞാൻ അറിയാലോ ഞാനൊരു ഫോഴ്സിലായിരുന്നു. ആൾക്കാർ എന്നെ കാണുന്ന ആ ഒരു രീതിയിലാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ മനസ്സിലായി. അപ്പം ആ ഒരു ഇത് വിട്ടിട്ട് പെട്ടെന്ന് ഒരു കോമാളി രൂപം കാണുമ്പോൾ അതൊരു ഫാക്റ്റാണ്. അത് അവരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആരായിരുന്നു, ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ അതായിരുന്നല്ലോ. ഞാൻ പെട്ടെന്ന് വേറൊരു രീതിയിൽ എന്നെ കാണുമ്പം ആളുകൾ റിയാക്ട് ചെയ്തതാണ്. ഞാൻ പറയട്ടെ, ഈ പട്ടാളക്കാരെന്ന് നമ്മളിപ്പോ കേൾക്കുമ്പം ആൾക്കാരുടെ മൈൻഡിൽ ഇതുണ്ട്, ഭയങ്കര ക്രൂരന്മാരാണ്, അവർക്ക് ചിരിക്കാൻ അറിയത്തില്ല, മനസ്സിലായില്ലേ, ഭയങ്കര എപ്പോഴും സീരിയസ് ആണ്, വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും, രാവിലെ മറ്റേ പിള്ളേരെ കണ്ടിട്ടില്ലേ, ആ ഒരു അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്നുള്ളൊരു ഒരു ചിന്താഗതി നമ്മുടെ പൊതുവേ എല്ലാവരുടെ മൈൻഡിലുണ്ട്. പക്ഷെ അത് തെറ്റാണ്, അങ്ങനെ അല്ല. മനസ്സിലായി, ഒരിക്കലും അങ്ങനെ അല്ല. പട്ടാളക്കാർ ഒരിക്കലും അങ്ങനെ അല്ല. അത് നമ്മളെ ആ ഒരു അല്ല, ഒരിക്കലും അല്ല. സത്യം ഞാൻ പറയാം, അതിന്റെ ഉള്ളിൽ, കാരണം ഞാൻ 22 വർഷം കണ്ടിട്ട് വന്ന എനിക്കറിയാം. നല്ല കലാകാരന്മാര്, നല്ല പാട്ട് പാടുന്നവര്, നല്ല ഡാൻസ് ചെയ്യുന്നവര്, അഭിനയിക്കുന്നവര്, എന്തോരം കഴിവുള്ള ആൾക്കാരുണ്ടെന്നറിയോ പട്ടാളത്തിനകത്ത്, മനസ്സിലായില്ലേ. പക്ഷെ നമ്മൾ ഈ പുറത്ത് കാണുമ്പോൾ അങ്ങനെ ഒരു ലുക്കിൽ കാണുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞു തന്നെ ഒരുപാട് പറഞ്ഞു, ഇങ്ങനെ വട്ടാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം, ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ അന്ന് ഇവര് പറയുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരിക്കലും അവര് നമ്മുടെ ഫാൻസ് ആയിരുന്നാലും, നമ്മളിപ്പോൾ ഒരു ഫാൻസ് അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാനും നല്ലത് പറയാനും അവർ ഉണ്ട്. നമുക്കൊരു നല്ലത് മാത്രം കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും വന്നാലേ നമുക്ക് ശരിയാവും. തീർച്ചയായും ആണല്ലോ. അതുകൊണ്ട് നമ്മളത് എപ്പോഴും പോസിറ്റീവായിട്ട് എന്നെ എടുത്തിട്ടുണ്ട്, ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓക്കെ ചേട്ടാ, ലാസ്റ്റ് ചോദ്യം, നമ്മള് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ കപ്പയും കാന്താരിയും പേരെവിടുന്ന? ഓക്കെ, അതൊരു വലിയൊരു ചോദ്യമാണ്, കപ്പയും കാന്താരിയും. അതായത് ആക്ച്വലി ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ടിക്ടോക്കിൽ ഈ ഒരു പേരല്ലായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ഈ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലും ഞങ്ങളുടെ ഈ ഒരു പേരല്ല, കപ്പയും കാന്താരി അല്ല ഇൻസ്റ്റഗ്രാമിലുള്ളത്. ഞങ്ങളുടെ പ്രീത ശ്രീകുമാർ എന്നുള്ള അങ്ങനെ ഒരു പേരിലാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ഉള്ളത്. കപ്പയും കാന്താരി ആക്ച്വലി പേജിൽ ഞങ്ങളുടെ പേജാണ്, ഫേസ്ബുക്ക് പേജാണ്. ഞങ്ങൾ ഒരു പേജ് തുടങ്ങണം, കാരണം ഈ ഫേസ്ബുക്കിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രൊഫൈലിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ പേജാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങളൊരു പേജ് തുടങ്ങണം എന്നുള്ള ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഒരു പേര് വേണം, അങ്ങനെ ചിന്തിച്ചു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചു എങ്ങനെ ഒരു പേരിടാം. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ സജഷനാണെന്ന് തോന്നുന്നു, മക്കളുടെ സജഷനാണ് കപ്പയും കാന്താരിയും. അങ്ങനെ അപ്പം ഞാൻ എന്നിട്ട് അത് പറയാൻ ചെയ്തു, മക്കളെ കപ്പയും കാന്താരി എന്ന് പറയുമ്പോൾ അതൊരു ഫുഡ് അല്ലെങ്കിൽ ഒരു ആഹാര സംബന്ധമായിട്ടൊരു ഇതായി പോകത്തില്ലേ.
അപ്പം നമ്മളിപ്പോൾ കോമഡിയല്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല അച്ഛാ, അത് ഒരു വെറൈറ്റി ആയിട്ട് നിന്നോട്ടെ. ഇപ്പോൾ കപ്പയും കാന്താരിയും എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അത് ചിന്തിക്കുമെങ്കിലും നിങ്ങളുടെ ഈ കോമഡി കാണുമ്പോൾ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും അങ്ങനെ ഒരു പേര്. അങ്ങനെ ഇവർ സജക്റ്റ് ചെയ്ത ഒരു പേരാണ്. പിന്നെ നമ്മൾ ശരി നമുക്ക് അങ്ങനെ ചെയ്യാന്നിട്ട് ആ ഒരു പേരിട്ട് അങ്ങനെ അത് ക്ലിക്കായതാണ്. ഏതായാലും ചേട്ടാ ആ പേര് പോലെ തന്നെ നല്ല കോമ്പിനേഷൻ ആണ്, കപ്പയും കാന്താരിയും കട്ടൻ കാപ്പിയും. അതെ. കോട്ടയംകാരുടെ കട്ടൻ കാപ്പി ഞങ്ങളുടെ കോട്ടയംകാരുടെ കോമ്പിനേഷൻ ആണ് അതെ, അതെ. ചെണ്ടൻ കപ്പയും കാന്താരി ഈ പറഞ്ഞ അറിയാം. കട്ടൻ കാപ്പിയും. അപ്പൊ ഏതായാലും അങ്ങനെ തന്നെ കോമ്പിനേഷൻ നന്നായിട്ട് ഇരിക്കട്ടെ. മക്കള് ഭയങ്കര രസമാണ്, നല്ല സപ്പോർട്ടാണ്. തിരിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പേരന്റിങ് ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ചാല് പല പേരൻസും കുട്ടികൾ മൊബൈൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പേടിക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ റീൽസും കാര്യങ്ങളും. അതിലൊക്കെ ഉപരി നിങ്ങളെയും അവരെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്, നല്ലതാണ്. ഒരു ജനറേഷൻ, ന്യൂ ജനറേഷൻ നമ്മൾ കാണേണ്ട ഒരു ഫാമിലി അതെ. തന്നെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, ഇപ്പം നമ്മൾ ഇപ്പം ഒരു ഫാമിലിയുടെ ഒരു വിജയത്തിന് ഇപ്പം ഇല്ലാത്തൊരു സംഭവം ഞാൻ പറയാം. ഇപ്പം മക്കളും അച്ഛനും അമ്മ ഇവർ തമ്മിൽ കൂടുതലും ഇപ്പം സംസാരിക്കാത്തൊരു ഇതിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും. അച്ഛൻ ഒരു വഴിക്ക് അവിടെ ഇരുന്ന് മൊബൈൽ നോക്കും, അമ്മ ഇവിടെ ഇരുന്ന് മൊബൈൽ നോക്കും, മക്കൾ അവിടെ ഇരുന്ന് മൊബൈൽ. സംസാരമില്ല, ഒന്നിച്ച് ഫുഡ് കഴിക്കാറില്ല. അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ 5 വർഷം ഒന്നിച്ച് നിന്നതിൻ്റെ ഒരു ഗുണമായിരിക്കാം. അന്നേരം ഈ പറഞ്ഞ ലോക്ക്ഡൗൺ ഒക്കെ വന്ന് നമ്മൾ വീട്ടിനകത്ത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ട്. അപ്പം ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ച് ആ ഒരു വന്നുകൊണ്ടായിരിക്കാം ഇപ്പം ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ആ ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയത് അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. അപ്പം എനിക്ക് പറയാനുള്ളതും അതാണ്, നമ്മൾ കുട്ടികളും നമ്മൾ എന്ത് ചെയ്താലും ഭാര്യ ഭർത്താവ് കുട്ടികൾ, അപ്പോൾ ഇത് നല്ലതായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. നിങ്ങൾ ഏത് സമയം മൊബൈലും മാറിയിരുന്ന് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കാതെ സംസാരിക്കുക, കൂടുതൽ മക്കളോട് സംസാരിക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നല്ല നല്ല തമാശകൾ പങ്കിടുക. ഇതല്ലേ ഇപ്പം മക്കളെ എന്നാലും എന്ത് ഇപ്പം കണ്ടിപ്പം അച്ഛനെ തെറ്റ് ചെയ്താൽ മക്കൾക്ക് പറയാം, മക്കളെ തെറ്റ് ചെയ്താൽ അച്ഛന് പറയാം. അതെ അതെ അതെ. അപ്പം അങ്ങനെ അത് നമുക്ക് പറയണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഞാനേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ അച്ഛൻ പട്ടാളക്കാരനാണോ കപ്പയും കാന്താരിയിലെ അച്ഛനാണോ? കപ്പയും അത് തന്നെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മളെ മാത്രമല്ല അഭിനയിക്കുന്ന അമ്മൂമ്മയുണ്ട്, ശശി, പിന്നെ മാമിയിലെ മോള്, എല്ലാരും ഗസ്റ്റ് റോളിങ് എടുത്തു. അവൾ ആദ്യം ഞാൻ പറയാൻ വിട്ടു കേട്ടോ. ഇവളുടെ ചേട്ടന്റെ മോള് ഫസ്റ്റ് ആള്, പുള്ളി നല്ല കഴിവാ, ഭയങ്കര ഡാൻസും കോമഡിയൊക്കെ പറയാം. അപ്പാര ടൈമിങ് ആ പുള്ളിയുടെ. ഇവനും ആ പുള്ളിയും തമ്മിൽ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബമ്പർച്ചിൽ ഒരു സ്കിറ്റ് ചെയ്തു. നല്ല അപാര കഴിവാണ്, നല്ലൊരു കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പം ഞങ്ങളും അവളെയും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അവർ തുടങ്ങാൻ പറയൂ, സ്വന്തമായിട്ട് തുടങ്ങി. അതന്നെ ഞാനും അങ്ങനെയാണ്. അവളുടേതായ ഒരു ഇത്. പക്ഷെ അവൾക്ക് നല്ല, ഞാൻ പറയല്ല, നമ്മുടെ ഈ 4 പേരെക്കാളും എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ കഴിവ് അവൾക്കുണ്ട്. കാരണം അവളുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാം, ഞങ്ങളുടെ കൊച്ചാണ്, നല്ല രസം അവളെ കാണുന്നത്. അപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന, അപ്പം അവളെയും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ചേട്ടാ, ചേച്ചി, മക്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞു, ഭയങ്കര സന്തോഷം. താങ്ക് യു. ഞങ്ങൾക്ക് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പറ്റിയില്ല, നമുക്ക് സന്തോഷം. ചേച്ചി വലിയൊരു ടിപ്പ് തന്നു, മണി മാനേജ്മെന്റ് ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണിത്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പൊ നമ്മളെയും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അറിയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം. ഇനിയും നിങ്ങൾ വരണം, ഇന്റർവ്യൂ ഇനിയും എടുക്കണം. നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ബഹളം തന്നെ ഉണ്ടാവട്ടെ. ശരി, താങ്ക് യു. ഓക്കെ.